അതെല്ലാവർക്കും സന്തോഷമായി. നമുക്ക് ഈ ബിസിനസ് എന്താണെന്ന് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലായി അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിന്നിവിടെ വന്നപ്പോൾ വിചാരിച്ചത് നമ്മളിനി എന്ത് ചെയ്യണോ? അപ്പോൾ നമ്മളോടൊക്കെ ആളുകളെയൊക്കെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്, പ്രസിഡന്റിനെയാണെങ്കിൽ പറയുന്നു, ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അത് എന്താണോ ഉണ്ടോ ഇതിനുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ നമുക്ക് മനസ്സിലായി കൃഷ്ണനുണ്ണിക്ക് ഇന്നൊരു ബോധ്യം വന്നു. എന്താണെന്ന് ഞാൻ പറയട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് 3-4 പേരേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു 10 പേരെ കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ ആ 10 പേര് കൂടി കാര്യം കേൾക്കുമായിരുന്നു അല്ലേ? ഇത് പെട്ടെന്നുള്ള ഒരു മീറ്റിംഗ് ആയിപ്പോയി. അതുകൊണ്ട് നമുക്ക് അത്രയേ പറ്റുള്ളൂ. പക്ഷെ നെക്സ്റ്റ് അടുത്ത പ്രാവശ്യം എന്തായിരിക്കും? അടുത്ത പ്രാവശ്യം നമ്മൾ ആരൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റും? സാറിനോട് ഞാൻ പറയും, എന്ത് പറയും? ആ ഒരു 10 പേരെങ്കിലും കൂടെ കൊണ്ടുവരണം. സാറിനോടും ഞാൻ അങ്ങനെ തന്നെ പറയും. കൃഷ്ണനുണ്ണിക്കൊക്കെ ഞാൻ ഇന്ന് വരാത്തതിനെ കൂടി ഡബിൾ ചാർജ് കൊടുക്കും. അതുപോലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ശ്രീരാമകൃഷ്ണൻ സാറിനും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. എല്ലാവരും വലിയ പ്രായം വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും സമപ്രായക്കാരുടെ തന്നെയാണ്. അപ്പൊ നമുക്ക് നല്ല മനോഹരമായിട്ട് ഈ ഒരു പ്ലാൻ ഇവിടെ നമുക്ക് ആസൂത്രണം ചെയ്യാം. നമുക്ക് ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും സൂം മീറ്റിങ്ങിലൊക്കെ ഒന്ന് കയറണം. എന്നും സൂം മീറ്റിംഗ് ഉണ്ട്. എന്ന് രാവിലെ നമുക്ക് മിറാക്കിൾ, അതായത് മോർണിംഗ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. അത് 6 മണിക്ക് തുടങ്ങും, 6:45 തീരും. കുറച്ച് നേരം ഒരു ചെറിയ മെഡിറ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളെ പറ്റി ഓരോ ആളുകൾ കുറച്ച് നേരം സംസാരിക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്ന ആ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നുകൂടെ പുതപ്പ് വലിച്ചു കൂട്ടി ഒന്നുകൂടെ ഉണർന്നിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 10 ദിവസം ഒരു ശീലമാക്കി മാറ്റാൻ. അലാറം വച്ചാണെങ്കിൽ എഴുന്നേറ്റാൽ എന്തായിരിക്കും? എല്ലാവരും 4 മണിക്ക് എഴുന്നേൽക്കുന്നവരായിരിക്കാം, പക്ഷെ നടക്കാൻ പോണവരായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് കയറണം. അതുപോലെ തന്നെ ഇന്നലെ ഗ്ലോബൽ സീൽ ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റുന്ന കാര്യമായിരുന്നു. അത് നമ്മൾ ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കേട്ടാൽ ഈ സാറ് പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവും. നമ്മൾ ഇത്രയും നാളൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 22 വർഷമായിട്ട് ഇൻഷുറൻസ് ചെയ്യുന്നയാളാണ്. ഇൻഷുറൻസ് ഫീൽഡിലാണ് ഇപ്പോൾ. 27 വർഷക്കാലം പെരുമ്പാവൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ടൈലറിംഗ് ഷോപ്പ് എടുത്തിയാകാം. പക്ഷെ അന്നൊന്നും എനിക്ക് കിട്ടാതിരുന്ന പല കാര്യങ്ങളും എനിക്ക് കിട്ടിയത് ഈ കമ്പനിയുടെ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പൊ സാറ് പറഞ്ഞില്ലേ, സാറിന് വരുമാനമൊക്കെ കേട്ടാ പറഞ്ഞത്. ആ വരുമാനം എങ്ങനെ കിട്ടി? എനിക്ക് ഈ ടൈലറിംഗിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ LIC ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഉള്ള മെഡിക്കലേക്ക് മൊത്തം ചെയ്യാൻ കൂടി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അവിടെ എല്ലാം നമുക്ക് കാശ് മുടങ്ങലും കാശ് പോയ ചരിത്രമൊക്കെ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഈ ഒരു ബിസിനസ്സിൽ വന്നേ പിന്നെ 1 രൂപ പോലും നമ്മളുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് പറ്റിയിട്ടുള്ളൂ. സാറ് പറഞ്ഞു കാർ ഫണ്ടില്ലേ, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്തുള്ള വിദ്യു ആരോടെങ്കിലും പറയുവാണെങ്കിൽ സാറിനോട് എല്ലാവരും ഇത് അറിയിപ്പോ, പിന്നെ അതിപ്പോൾ ശരിക്കും അങ്ങനെയൊക്കെ വരാനും എന്നോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വന്തക്കാരെന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിമേന്നൊക്കെയാണോ ഉണ്ടാകാൻ പറ്റുന്നത്. പക്ഷേ ആദ്യത്തെ സെലേറിയ വാഹനം മേടിച്ചിട്ട് എനിക്ക് ഡ്രൈവിംഗ് ഇല്ല, എൻ്റെ മകനെ കുട്ടിയെ വണ്ടി ഓടിച്ചിട്ട് അവർ പറഞ്ഞ ആളുടെ വീട്ടിൽ കല്യാണത്തിന് ഞാൻ പോയേ. അപ്പോൾ അവർക്ക് മാറ്റം വന്നു. അതിലാണോ അങ്ങനെയാണോ വന്നിട്ടുണ്ടായി, അങ്ങനെയാണോ? പിന്നെ മിണ്ടാനില്ല, ഒന്നും മിണ്ടില്ല. അവൻ്റെ മകനൊക്കെ പറയാനില്ല. കോവിഡ് സമയത്ത് സാറ് പറഞ്ഞില്ലേ, കോവിഡ് സമയത്ത് എക്സ്പോസ്പോർട്ടിൽ നിന്ന് 2ാമത്തെ വാഹനമാണ് എനിക്ക് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കാർ ഫണ്ടിലൂടെ നമുക്ക് എവിടെ കിട്ടും? വേറെ എവിടെ കിട്ടാനില്ല. ഞാൻ 22 വർഷം കാലം തലയിൽ ചുവന്നുകൊണ്ട് എടുത്ത LICയിൽ നിന്ന് എനിക്ക് കൊല്ലുമ്പോൾ വരുമോ? ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനം എന്താണെന്ന് വെച്ചാൽ LIC തന്നെയാണ് അല്ലേ? അതുമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷേ എനിക്ക് ഇവിടെ നിന്നെല്ലാം കിട്ടുന്നത്. അതേപോലെ തന്നെ ഹൗസ് ഫണ്ട്, ഇവിടെ നമുക്ക് ഹൗസ് ഫണ്ട് എത്ര കാണിച്ചാൽ 3% ഹൗസ് ഫണ്ട്. ഈ ഹൗസ് ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് എല്ലാ മാസത്തിലും നമുക്ക് ഹൗസ് ഫണ്ട് കൊണ്ടിരിക്കുന്നതാണ്. ഈ ഞാൻ ഇത്രയും പ്രായമുള്ള എനിക്ക്, ഒരു ലേഡിയായ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമോ? അപ്പം ആണുങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ആരോഗ്യം ഉണ്ടായിട്ടോ എല്ലാം ഉണ്ട്. എനിക്ക് ഏകദേശം നിങ്ങളുടെ പ്രായത്തിലല്ലേ ഞാനും. അപ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റിയ ഹൗസ് ഫണ്ട് ഉപയോഗിച്ചിട്ട് എൻ്റെ മകൻ എനിക്ക് ഒരു ഫ്ലാറ്റ് മേടിക്കാൻ തരുന്നത് എന്നാ മോനെ എന്ന് പറഞ്ഞ് 12.5 ലക്ഷം രൂപ എടുത്ത് കൊടുക്കാൻ പറ്റി. എനിക്ക് വേറെ ജോലിയൊന്നുമില്ല. എനിക്കുള്ള ജോലി ഇത് തന്നെയാണ്. അവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് കൊണ്ടാണ്. എല്ലാ അമ്മമാരെ പോലെ എനിക്കുണ്ട് 3 പേരക്കുട്ടികൾ, 3 കുഞ്ഞു പിള്ളേരുണ്ട്. മോൻ്റെ കുട്ടികൾ, അവരെ നോക്കി എനിക്ക് വീട്ടിലിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, പക്ഷെ മോൻ്റെ മുമ്പിൽ എനിക്കൊരു റോൾ മോഡലാകാൻ സാധിച്ചു എന്നാണ്. സാധാരണ മക്കളുടെ കയ്യിലാണ് നമ്മൾ പൈസ പഠിക്കാൻ അറിയാലോ. എൻ്റെ മോനും നല്ല ജോലിയാണ്, ആ മോൻ്റെ കയ്യിൽ നിന്ന് പൈസ പഠിക്കണം, അല്ലെങ്കിൽ മോളുടെ കയ്യിൽ നിന്ന് പൈസ പഠിക്കണം. പക്ഷെ ഞാൻ അങ്ങോട്ട് കൊടുത്ത ചരിത്രമേ ഉള്ളൂ ഇതുവരെ. മക്കളിൽ നിന്നൊന്ന് മക്കളുടെ കയ്യിലെ പൈസ പഠിക്കാനായിട്ട് നമ്മൾ നോക്കിയിരിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കണം.
എനിക്ക് പിന്നെ കൂടുതൽ അവകാശം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ മക്കളുടെ ക്യാഷ് ഉണ്ടെങ്കിൽ ഇത്തിരി കൂടെ പണിയുണ്ട്. അതിന് കണക്കുകൾ കൂടുതലാണ്. അത് ഉപയോഗിച്ചവരുടെ ചിരിക്കണ ചിരിയുണ്ടോ, അത് ഉപയോഗിച്ചവരുടെ ഭയങ്കര ഇന്നലെ ഞാൻ അമ്മയ്ക്ക് 500 രൂപ തന്നത്, ഇന്നും അമ്മയ്ക്ക് 200 രൂപ വേണമല്ലേ എന്ന് എത്രയോ മക്കളെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേസമയത്ത് ഒരാഴ്ച സുഖമില്ലാത്ത കാലുവേദനയാണ്, ഇന്ന് മരുന്നിന് കൂട്ടി വന്നു, നാളെ അത് മേടിക്കാൻ എന്തെങ്കിലും കാര്യത്തിന് പറഞ്ഞു. ഇന്നലെ ഞാൻ ആശുപത്രിക്കാൻ പൈസ ഒന്നുമില്ലേ, ഞാൻ എന്നെ ഇവിടെ മരം കുലുക്കി വെട്ടിക്കോണോ പൈസ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജന്മം കാര്യം നമ്മുടെ ഈ ഏജിലും നമുക്ക് നമ്മുടെ ആരോഗ്യം കാത്ത് സംരക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുന്നതിനും ഇതിൻ്റെയൊക്കെ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുന്നതിനും എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാനാണ്. ഈ പ്ലാൻ നമുക്ക് മനോഹരമായിട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഒറ്റയ്ക്ക് വന്നാൽ ഇത് കേട്ടിരിക്കുന്നത്. ഇന്ന് വിജയ് സാറാണെങ്കിലും പുഷ്പരാജ് സാറാണെങ്കിലും എല്ലാവരും ശിവൻ സാർ വരെ നമ്മൾ ചെയ്ത് ഒറ്റയ്ക്ക് വന്നത് കേട്ടി ഇത്രയും മനോഹരമായിട്ട് നിജു സാറിൻ്റെ പ്ലാനൊക്കെ അവതരിപ്പിച്ചു. സാറിന് നമുക്ക് നല്ലൊരു ഐഡിയ ആദ്യം തന്നെ കൊടുക്കാം. അപ്പോൾ ഇനി ഇവിടെ നിജു സാറ് വരണോ വേണ്ടിയോ